ഇന്നലെ എവിടെ ആയിരുന്നടാ തെണ്ടി പറക്കാൻ പോരുന്നത്? ഞാൻ ഇന്നലെ സ്വയംപ്രഭ ടീച്ചറുടെ വീട്ടില്. സ്വയംപ്രഭ ടീച്ചറുടെ വീട്ടിലാ? അല്ല പിന്നെ നീ വേറെ തമാശ കളിക്കല്ലേ? ഇതിലെന്താ തമാശ? രാധമ്മയുടെ അയലക്കറി പിന്നെ പിന്നെ മറ്റേത്. നിനക്ക് എന്നെ കൂടെ ഒന്ന് കൂട്ടിക്കൂടായിരുന്നോടാ? എടാ നീയൊക്കെ ഇവിടെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നോ? രാവിലത്തെ ഭക്ഷണം എത്തിയിട്ടില്ല. ഇല്ലേ, ഞാൻ അന്വേഷിക്കാം. പോയി കുളിക്കടാ. ഇന്നലെ തന്നെ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെ ചെന്നാ അറിയാം. നീ വേണമെങ്കിൽ റെഡിയായി എന്റെ കൂടെ പോര്. രാധമ്മയെ പരിചയപ്പെടുത്തി തരാം. ഞാനെപ്പോഴേ റെഡി. ഞാനും കൂടെ വരട്ടെ? പോണു പിടിക്കടാ. കൊട്ടാരം വീട്ടില് പുതിയ താമസക്കാരായി കുഞ്ഞൂട്ടിന് വേറെ താവളം കിട്ടി. മോള് വന്ന് അതൊന്ന് പൂജിച്ചു തരണം. എടുത്തോണ്ട് വാടാ. പറഞ്ഞതല്ലേ, ഒന്ന് പൂജിച്ച് കൊടുക്കണേ. എനിക്കണ്ട, കിടന്നോളൂ. ഏയ് കൂടുതലൊന്നും പറ്റിയിട്ടില്ല, ദൈവാധീനം. ഞാൻ ചിറ്റയോട് പ്രാർത്ഥിച്ചപ്പോ ഇത്രയും പെട്ടെന്ന് രക്ഷകനെ കൊണ്ടു തരുമെന്ന് കരുതിയില്ല. ഏയ് എന്താ ഇത്? അന്നല്ല. ജോ, 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 ജോ കേറ്. തെളിനീര് പോലുള്ള വെള്ളം കണ്ട ജോക്കുട്ടനൊരു വീക്ക്നെസ് ആണ് ടീച്ചറെ. തലനീരിറങ്ങിയ നീർക്കെട്ട് വരില്ലേ? വരും. പനി വന്നാ അതിന്റെ ഉത്തരവാദി ആരാ? ടീച്ചർ. ടീച്ചറല്ലേ അത് ശ്രദ്ധിക്കേണ്ടത്. എന്താ ഇവിടെ? പെട്ടെന്ന് അമ്മയെ ഓർത്തുപോയി. കുടുംബക്ഷേത്രമല്ലേ, ഒന്ന് കാണാമെന്നതാ. ഗ്രഹണത്തിനും ആണ്ടരതിക്കും മാത്രമേ പൂജയുള്ളൂ. നോക്കാനും നടത്താനും ഒന്നും ആരും ഇല്ലല്ലോ. ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം നടത്താൻ പറ്റില്ല. പഠിപ്പ് തീരണം. നാളത്തെ കഴിഞ്ഞ് കോളേജിൽ പോണം. പിന്നെ കൊട്ടാരം, വീട്, മൈനക്കര ഗ്രാമം ഒക്കെ വെറും ഓർമ്മകളാവും. ആ ഓർമ്മകളില് ഇങ്ങനൊരു പൊട്ടിപ്പെണ്ണുണ്ടാവും. എൻ്റെ ഉള്ളില് ഒരുപാട് മുഖങ്ങളൊന്നുമില്ല. ആരെതിർത്താലും എൻ്റെ കൂടെ താനുണ്ടാവും ജീവിതം തുടങ്ങുമ്പോൾ. അതെന്റെ തീരുമാനം. എന്റെ ചിറ്റോടും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവോ അച്ഛൻ? എനിക്ക് വിഷമൊന്നുമില്ല. എന്റെ ചിറ്റ കാട്ടിത്തന്ന വഴി എന്റെ മുന്നിലുണ്ട്. ഹേയ് വേണ്ടടോ, ഇത് വിനയന്റെ ഉറപ്പാ. തനിക്ക് ഞാനുണ്ട്. നീ വന്നേ. എന്താടാ? ഒരുത്തനവിടെ പോവാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. എങ്ങോട്ട്? നീ ഒന്ന് ചോദിച്ചേ. ദേ വരുന്നു. നീ ഇത് എങ്ങോട്ടാടാ? ഒരു മണവാളനെ പോലെ. എന്നെ ഒരു മണവാളനായിട്ട് തോന്നിയല്ലോ. താങ്ക്സ്. ഓ, നീ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറ. ആർക്ക് പെൻഡിലും കെട്ടാനാ ഈ പട്ടിക്കാട്ടിൽ ഇപ്പൊ പോകുന്നേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം മക്കളെ. അത് ശരിയല്ല ജോക്കുട്ട. നിന്നെ ആരും തടയില്ല, പക്ഷെ പറഞ്ഞിട്ട് പോണം. പറയാം. ഇന്ന് സ്വയംപ്രഭ ടീച്ചർ
ജോക്കുട്ടനൊരു ഡിന്നർ തരുന്നു. ജോ മോനെ ഭാഷ എവിടെ? മുകളിലുണ്ട്. നിന്റെ വണ്ടി നിന്നെ ചതിച്ചില്ലേടാ മോനെ? ആക്സിഡന്റ് എങ്ങനെ പറ്റിയത് മാഷെ? അറിയില്ല. പ്രഭ ടീച്ചറെ കാണാൻ പോയത് അവൻ. ഇന്നലെ അവന്റെ പിറന്നാളായിരുന്നു. ടീച്ചറെ കണ്ടില്ലല്ലോ. മാഷെ മാഷെ കയറിയിരിക്ക. കോടി പുതച്ചിട്ടെന്റെ മോൻ നീണ്ടു നിവർന്ന് കിടന്നപ്പോ കാണാൻ വന്നവരുടെ കൂട്ടത്തിൽ കണ്ടില്ല ടീച്ചറെ. ഉള്ള് ഒരിത്തിരി വട്ടം വേദനിച്ചു. ചിലർക്കൊക്കെ എത്ര അടുത്തറിഞ്ഞാലും മനസ്സങ്ങനെ കനത്ത് കിടക്കും, ചോര നീരില്ലാതെ. പക്ഷെ എന്റെ ജോക്കുട്ടന്റെ ഉള്ളിലെ ടീച്ചർ എന്തായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. എല്ലാവരും എഴുതി വച്ചിട്ടുണ്ട്. അവന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ. പെണ്ണെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുന്ന സ്വാർത്ഥിയാണെന്ന് നെഞ്ചുകീറി കുറിച്ചവനാ ഞാൻ. എന്നിട്ടും എന്റെ ജോക്കുട്ടൻ എന്റെ പിന്നാലെ നടന്ന് അങ്ങനെയല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ ടീച്ചറും റസാക്കാണല്ലോ അത്. ഇവനും എൻ്റെ ഒരു നോട്ടപ്പുള്ളിയാ. നിങ്ങളോട് വെയിറ്റ് ചെയ്, ഞാൻ ഇപ്പൊ വരാം. ए भाई, ये तो हमारा एम नहीं है ना. तू कहाँ जा रहा है? हाँ. ജോ നീ ഇത് വിശ്വസിക്കണം. ജോയെ കൊന്നത് ഞാനല്ല, ആ അപ്പൻ തിരുമേനിയാ. അന്ന് ചുഴലി ബാധിച്ച എന്നെ വൈദ്യരെ കാണിച്ചു മടങ്ങവേ അവൾ വന്നു വഴിയിൽ അഥർവം അഭ്യസിച്ച അരുന്ധതി നിന്റെ അച്ഛൻ ബാലചന്ദ്രന്റെ പനപ്പറമ്പിലും ഇല്ലത്ത് കുളത്തിൽ എന്റെ ഏട്ടനെയും അവൾ ആ അരുന്ധതി അവസാനിപ്പിച്ചു. അരുന്ധതിയെ ബന്ധിക്കാൻ ദേവലശ്ശേരി മഹാൻ ചക്രപാണി എത്തി. ഇവിടെ ഈ ഭഗവതിക്കാവിൽ ആ ബലിക്കല്ലിൽ ബന്ധനവും നടന്നു. സ്നേഹിച്ചവനെ വരുതിയിലാക്കാൻ മന്ത്രം പഠിച്ച അരുന്ധതി ഒടുവിൽ കിണറ്റിലൊടുങ്ങി. എല്ലാ മന്ത്രങ്ങളും വേദനയും ഉള്ളിലൊതുക്കി കഴിച്ചുകൂട്ടി ഞാൻ ഏടത്തിക്കും മോൾക്കും കാവലായിട്ട്. ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോ വാങ്ങാത്ത കടത്തിന്റെ കണക്കും പറഞ്ഞ് അനന്തനും അച്ഛൻ വിക്രമനും എത്തി. പഴയ പങ്കുകാരന്റെ കിടപ്പാടം കൈക്കലാക്കി മടങ്ങി അവർ. കാലുപിടിച്ചു. സ്വന്തം മണ്ണിൽ അഭയാർത്ഥിയായി കഴിയാനുള്ള അവകാശം ഭിക്ഷയായി തന്നു അനന്തൻ. എന്റെ മോൾ സ്വയംപ്രഭ വളർന്നൊരു പെണ്ണായി. അനന്ത എന്റെ മോളെ ഒന്നും ചെയ്യരുത്. തള്ളേ, ഈ കാണുന്നതൊക്കെ എന്റെ സ്വത്താ. ഇതിന്മേലുള്ളതെല്ലാം ഈ അനന്തന് സ്വന്തം. എടി പെണ്ണേ, മനസ്സിൽ മറ്റു സ്വപ്നങ്ങളൊന്നും വരേണ്ട. 18 വയസ്സ് തികയട്ടെ, അതുവരെ കാത്തിരിക്കും ഈ അനന്തൻ. പ്രതികരിക്കാൻ കഴിയാത്ത നീ എന്റെ പെണ്ണ,
അനന്തൻ തീർത്ത ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നീറി നീറി കഴിഞ്ഞു എൻ്റെ മോൾ. അമ്മയുടെ മോൾക്കിന്ന് 18-ാം പിറന്നാൾ. ആവില്ലമ്മ. അമ്മയുടെ മോൾക്കിനി മുന്നോട്ട് പോവാനാവില്ലമ്മ. മോളെ, അറിയാം, നാളെ നേരം വെളുത്താൽ അവൻ വരും. ശിരസ് കുനിച്ചു കൊടുക്കാൻ നിനക്കാവില്ലേ? അനന്തൻ ദുഷ്ടനാ, പക്ഷേ അവന്റെ ഉള്ളിൽ നിറഞ്ഞൊഴുകുന്ന സ്നേഹം കണ്ടില്ല എന്ന് നടിക്കണോ? ബ്രഹ്മാവിനെ നിലയ്ക്ക് നിർത്തിയവളാ പെണ്ണ്. അവനെ നല്ല വഴിക്ക് നയിക്കാൻ നിന്റെ മോക്ക് പറ്റില്ലേ? കാവിലമ്മയെ വിളിക്കണില്ലേ നീ? കാക്കില്ലേ ഭഗവതി? ഇല്ല ചെറിയച്ച, എനിക്കതിന് വയ്യ. തെണ്ടിയോ തെമ്മാടിയോ എന്തോ ആയിക്കോട്ടെ, സന്തോഷത്തോടെ ഞാൻ കഴുത്ത് നീട്ടിക്കൊടുക്കാം. അതാണ് പെണ്ണിന്റെ വിധി എന്ന് അറിയാം എനിക്ക്. പക്ഷേ എന്റെ അച്ഛനെ കൊന്നവനാണെങ്കിലോ? വ്യാപാരത്തിലെ ചങ്ങാതിയായ താൻ ധർമ്മിഷ്ഠനായതുകൊണ്ട് വാരിക്കൂട്ടേണ്ട പണമെല്ലാം എനിക്ക് നഷ്ടമായി. വിക്രമ, അതെ, തിരിച്ചു പിടിക്കാൻ എന്റെ മോൻ അനന്തൻ തന്നെ തിരിച്ചയക്കുന്നു പരലോകത്തേക്ക്. നേട്ടങ്ങളേറെ സൂര്യൻ കാട്ടും മനയോട് ചേർത്ത്. അനന്ത മുക്കിക്കൊല്ലണ. അരുന്ധതിയുടെ കണക്കിൽ ഉണ്ണി നമ്പൂരിൻ ചേരട്ടെ.